പച്ചപ്പത്തി 10 കൊല 10 കൊല 10 കൊല. ഇത് 12. 10 കൊല 10 കൊല 10 കൊല. 12. 12 അല്ല 10 കൊല. 10 കൊലയെന്ന്. 10 കൊല എങ്കിൽ 10 കൊല. നിനക്ക് 10, എനിക്ക് 12. അതുകൊണ്ട് തന്നെ എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? ചേട്ടൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ 12 എടുത്ത് കൊടുക്കണ്ടേ? ആണോ? നീക്ക് 12 ഒന്നും എടുത്തു കൊടുക്കണ്ട എന്ന് കണ്ട എനിക്ക് 12 എന്ന് പറയാൻ പറ്റില്ലേ? എന്റെ പൊന്നു ചേട്ടൻ, ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കേണ്ട കാര്യം എന്താ? ഞാൻ മീനെന്ന് വിളിക്കുമ്പോ തന്നെ ചേട്ടന് 12 എന്ന് പറയണോ? ശരി, എന്നൊരു കാര്യം ചെയ്യ്. നീ മീനെന്ന് വിളിക്കുമ്പോ ഞാൻ 12 എന്ന് പറയുന്നില്ല. തീർന്നില്ല വിഷയം. 10 കൊല 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 10 കൊല. ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ? എടാ നീ പോയില്ലേ? ചേട്ടൻ എന്നെ കളിയാക്കുവാണോ? എന്താടാ കാര്യം? എന്താടാ? ഞാൻ ഈ പാലത്തേരുന്ന് കച്ചവടം ചെയ്യുമ്പോ തന്നെ ചേട്ടന് 12 എന്ന് വിളിക്കണോ? പാലത്തേരുന്ന് കച്ചവടം ചെയ്യുമ്പോ തന്നെ 12 എന്ന് വിളിക്കണോന്ന്? നിനക്ക് ഇപ്പൊ പാലത്തെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്താ? പാലത്തിന് താഴെ ഇരുന്നാണേലും കച്ചവടം ചെയ്യാം. എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെയാ വരുന്നത്. ആണ്. നിന്റെ കച്ചവടക്കാരൊന്നും ഇങ്ങോട്ട് വരണ്ട. നീ അങ്ങോട്ട് ഇറങ്ങി. അവന്റെ ഒരു കച്ചവടം. വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് വന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളൂ. റാസ്കൂൾ. സൈക്കിൾ പോയപ്പോ ബൈക്ക്. ചേട്ടാ, ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെയാണെന്നറിയോ? തോമസ് ചേട്ടന്റെ വീട്? തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം? എന്താ അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം. ആണോ? എന്നൊരു കാര്യം ചെയ്യ്. നീ ആദ്യം പോയി തോമസ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞിട്ട് വാ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, നീ ആദ്യം കാര്യം എന്താന്ന് പറ, എന്നിട്ട് പറയാം തോമസ് ചേട്ടന്റെ വീട്. കാര്യം പറയാം. അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിൽ നിന്നും വരികയാണ്. നെറ്റ്വർക്ക്? അതെ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോ വലവീശൽ. അപ്പൊ ശരി, വലവീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ? എടാ, വല വീശുന്നതിങ്ങനെ ബൈക്കിനകത്ത് ഇൻ ചെയ്ത് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ കയ്യിലുമുണ്ട കൊടുത്തുണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്റെ പൊന്നി ചേട്ടാ, മീൻ വല വീശുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ചേട്ടൻ ഒരാളെ ചേർക്കുന്നു. ഞാൻ ചേർക്കണം? ചേട്ടന്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 പേരെ ചേർക്കണം. ലെഫ്റ്റിലും റൈറ്റിലും? അയ്യോ, എന്റെ ലെഫ്റ്റും റൈറ്റും ആരുമില്ലല്ലോ. ആകപ്പാടുള്ള എന്റെ ഫ്രണ്ടിൽ നീയാ. നിന്നെ ചേർത്താ മതിയാ? ഓ, എന്റെ പൊന്നി ചേട്ടാ, പറയുന്നത് കേക്ക്. എന്നെ അല്ല, മറ്റു 2 പേരെ കണ്ടെത്തണം. കണ്ടെത്തിച്ചാണോ? ഏത് കണ്ടെത്തി? കണ്ടെത്തിലല്ല, മറ്റു 2 പേരെ കണ്ടുപിടിച്ച് ചേർക്കണം. അങ്ങനെ. അപ്പൊ ചേട്ടൻ ഈ 2 പേരുടെ മുകളിലാകും. ഈ 2 പേരുടെ മുകളിൽ ചേട്ടൻ? ഈ 2 പേരുടെ മുകളിൽ ഞാനാകും. എന്നിട്ട് അതിനുശേഷം ഇവർ 2 പേരെ വീണ്ടും ഇവരുടെ അടിയിൽ ചേർക്കുമ്പോൾ ചേട്ടൻ 6 പേരുടെ മുകളിലാകും. ഞാൻ 6 പേരുടെ മുകളിലാകും. വീണ്ടും ഈ 6 പേര് അവരുടെ താഴെ 2 പേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ 14 പേരുടെ മുകളിലാകും. 14 പേരുടെ മുകളിലാകും. വീണ്ടും ചേട്ടൻ ഇയാളെ കേട്ടൊന്നും വേണ്ട. എടാ, ഈ 14 പേരുടെ മേളിൽ ഇരിക്കുന്ന ഞാൻ ബാലൻസിന്റെ താഴെ വീണ എന്റെ കൈയും കാലും ഓടിഞ്ഞ നീ എന്നെ കൊണ്ടുപോകും ആശുപത്രി. എന്റെ പൊന്നി ചേട്ടാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ചേട്ടൻ ആ തോമസ് ചേട്ടന്റെ വീട് എന്ന് പറഞ്ഞു തരാൻ പറ്റും? തോമസ് ചേട്ടന്റെ വീട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ആരും കൂടി ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ മതി? മതി. ഓക്കെ. അവൻ ചോദിച്ചു തോമസ് ചേട്ടനും. താങ്ക് യു. ശരി. താങ്ക്സ് എന്നല്ലേ പറഞ്ഞു? അതെ. ശരി. ചേട്ടനെ കളിയാക്കുവാണോ? ചേട്ടനെ കളിയാക്കുവാണോ? ഒന്ന് അല്ല, ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നിന്നെ കളിയാക്കൊന്നും അല്ല. പിന്നെ എനിക്കിപ്പോ പാലത്തിന് 12 എന്ന് പറയാൻ മേലെ? പറയാം. പിന്നെ അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കി പോലെ അവനങ്ങ് ഫീൽ ചെയ്യില്ല. 12. ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചത്? ചേട്ടൻ കളിയാക്കാനാണോ ഉദ്ദേശിച്ചതെന്ന്? എടാ, നിന്നെ കളിയാക്കൊന്നും അല്ല ഞാൻ. പിന്നെ നീ ഒന്ന് 12 എന്ന് പറഞ്ഞു. 12 എനിക്ക് ഫീൽ ചെയ്തില്ല കളിയാക്കൊന്നു പോലെ. ആണോ? അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്ന് പോയാവെന്ന് ചുമ്മാ. എടാ, നമ്മുടെ നാട്ടില് നമ്മുടെ സ്ഥലത്ത് പാലത്തിൽ നിന്ന് 12 എന്ന് മേലെ വെള്ളോടത്തും കിടക്കുന്നവരൊക്കെ എൻ്റെ അടുത്തോട്ട് അടയ്ക്കൂടോ 12 എന്ന് പറയുമ്പോ? സ്കൂൾ ഒരു സ്റ്റാൻഡേർഡും ബൈക്കും. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് നീ അതും മേടിച്ചിട്ട് നീ അപ്പുറത്തോട്ട് പോക്കൂ, കേട്ടോ? ഇവൻ ഏത് മറ്റേ കാര്യം? ശരി.
വെക്കല്ലേ 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 വെക്കല്ലേ. എടാ ഒരു 10 രൂപയ്ക്ക് ഒന്ന് ചാർജ് ചെയ്തേര്. ഓക്കെ പിന്നെ ബാക്കിയുള്ള കൂടെ പൈൻ്റ് അടിച്ചിട്ട് ചാർജ് ആകുന്നില്ല. പിന്നെ അവന് 10 രൂപ ചാർജ്. ഒന്ന് പാടാ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോടാ. ഗുരുവായൂരപ്പാ. ചേടാ ഗുരുവായൂരപ്പനും ഫോൺ എടുത്തോ? എന്നതാടു? എക്സ്ക്യൂസ് മീ, ആ ഗുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഡോ ഗുരുവായൂരപ്പന്റെ നമ്പരോ? ഞാൻ ഫോൺ ചെയ്യുന്ന കാണാമല്ലേ കേട്ടോ. അല്ല, ഗുരുവായൂരപ്പൻ ഫോൺ നമ്പർ എടുത്തത്. ഡോണ്ട് ഡിസ്റ്റർബ്. അല്ലല്ല, അയ്യമ്മ വിളിച്ചു. സത്യം. ഓക്കെ ഓക്കെ ഓക്കേടാ. ഓക്കേടാ. ആ ശരി ശരി, കാണാവേ. കാണാം കാണാം. ആ ആ ആ ശരി. അപ്പൊ 12. എന്തുവാട് അയ്യാ, ഫോൺ ചെയ്യുന്ന കാണാമല്ലേ? അതിന്റെ കീഴെ വന്ന് 12 എന്ന് പറയേണ്ട കാര്യമില്ല. ആ ശരി. എങ്ങാണ്ട് കിടന്ന നീ എന്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയുന്നു. അതിനായോ? എടോ താൻ എന്റെ കീഴെ വന്നിട്ടല്ലേ 12 എന്ന് പറഞ്ഞ. അപ്പൊ താൻ എന്നെ കളിയാക്കുമല്ലായിരുന്നോ? ചേടാ നിന്നെ കളിയാക്കിയൊന്നും അല്ല. പിന്നെ? എനിക്കിപ്പോ പാലത്തെ 12 എന്ന് പറയാൻ മേലെ. ഈ എന്റെ കീഴെ വന്നെന്തിനാ 12 എന്ന് പറഞ്ഞേ? ആ നീയല്ലേടാ എന്റെ കീഴെ വന്നേ. നീ അത്ര നമ്പർ ഒന്നും പറയണ്ട കേട്ടോ. നീ ഒന്ന് 12 എന്ന് പറഞ്ഞു. 12 കണ്ടോ, ഞാനും പറഞ്ഞു നീയും പറഞ്ഞു. സെയിം. ദേഹത്തോട്ട് കളിക്കല്ലേ കേട്ടോ. കൾച്ചർ ഇല്ലാത്തവൻ. കൾച്ചർ ഇല്ലാത്തവൻ. ആ കൾച്ചറില്ല, അണ്ടർ ഇട്ടിട്ടുണ്ടല്ലോ അതുപോലെ. ആ അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചർ ഇല്ലെന്ന്. കൾച്ചർ ഇല്ലെന്ന്. ആ കൾച്ചർ ഇല്ലാത്തോണ്ട് ആൻഡ്രോയിഡ് ഇട്ടത്. ആ അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചർ ഇല്ലാതെ അണ്ടർ ഇട്ട് നടക്കുന്നതെന്ന് പറഞ്ഞത്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്നെ ഇട്ടിരിക്കുന്ന. അയ്യോ ഇത് അണ്ടർ അല്ലേ, ഇത് ബെർമുഡയല്ലേ? എന്നാ മൂട? ബെർമുഡ. ആ ബെർമുഡ. അത് ശരി. അപ്പൊ പിന്നെ ഈ മുണ്ടിന്റെ അടിയിൽ കൂടി കാണിച്ചാൽ അണ്ടറും, മുണ്ടില്ലാതെ കാണിച്ചാൽ ബെർമുഡയും. ഇതാണോ ഇപ്പോഴത്തെ സ്റ്റൈൽ? എന്റെ പൊന്നു ചേട്ടാ, ഇതല്ലേ സ്റ്റൈൽ? ഇതല്ലേ സ്റ്റൈല്? ഇതാണ് ഫ്രീക്ക് സ്റ്റൈൽ. എന്നാ ഫ്രീക്ക് സ്റ്റൈൽ? ഫ്രീക്ക് സ്റ്റൈൽ എന്നല്ലേ ഇത്? ഫ്രീക്ക് സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്ട്രീറ്റ് സ്റ്റൈലാണ് റാസ്കൽ. തല്ലിയല്ലേ? ആ തല്ലിയെന്താ? തല്ലൂടും. ആ തല്ലി. അപ്പൊ ഇതോട് കൂട്ടി 13. ഇങ്ങനെ കീറാതിരുന്നാ മതി. ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കളപ്പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതുറപ്പാ. ചൂലെങ്കിൽ ചൂല്. അയ്യോ, ഭാർഗവേട്ടൻ ചൂല് കീറുന്ന കാണാൻ എന്ത് രസാ. എനിക്കിഷ്ടായി. ആണാ? എങ്കിൽ ഞാൻ നിർത്തി. ഇനി ശകു ബാക്കി ചെയ്തോ? അയ്യോ അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ടാണ് ശകു. ഭാർഗവേട്ടന് പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പം ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. എന്താ? അന്നമാണല്ലോ പ്രധാനം. ഇത് ചെയ്യുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ടോ. ആ പിന്നെ അരിയിലെ കല്ല് കളയുമ്പം അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ആ അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? ആഹാ, അതാണ് ഇത്ര വലിയ ആനക്കാര്യം. അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവേട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. അമ്മോമായിട്ടൊന്ന് പഞ്ചാരടിക്കാനും വല്ലതും തരണേ അമ്മാ, വിശന്നിട്ട് വയ്യമ്മ. വല്ലതും തരണേ, വിശന്നിട്ട് വയ്യമ്മ. അമ്മാ വിശന്നിട്ട് വയ്യമ്മ, വല്ലതും തരണേ. ഓ നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചം കിച്ചൊന്നുമില്ല, പോയേ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാരൻ. ഇവനെ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാം. ചിലവുള്ള ഇടപാടാണ്. എന്താ പറഞ്ഞോട്ടെ പിച്ചക്കാരാ? 100 രൂപയുണ്ട്. ചുമ്മാ ഇരിശകു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ് ഞാൻ. മനസ്സിലായോ? സാറ് കോടി പുണ്യം കിട്ടും. എന്റെ ഭാർഗവേട്ടൻ എന്താ ഇത്? 100 രൂപ ഈ പിച്ചത്തണ്ടിക്ക് കൊടുക്കുന്നു. ഓട്ടെ ശകു, 100 രൂപ പോയാലെന്താ? ഒരു പുണ്യ പ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് ഇത്രയും രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചിലത് ഇതുപോലെ വല്ലപ്പോഴും 10-100 ഒക്കെ തരും.
ബാക്കി എല്ലാ തെള്ളികളും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപയും കൊണ്ട് നീ സിനിമ കാണാൻ പോവോ സിഗരറ്റ് വലിക്കോ കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്. സൂക്ഷിച്ചു വച്ചോണം. അത് പറയാൻ താഴാരാ? ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ കാശ എന്റെ സൗകര്യം പോലെ ചെയ്യും. 100 പച്ച കാശ നേരത്തും പ്രസംഗിക്കണ അല്ല പിന്നെ. ഭാർഗവേട്ടൻ ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്.